അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങളിൽ കൂടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി മാമിന് എന്താണ് പറയുന്നത്? ഒരുപാട് വിദേശികൾ ഇതിലേക്ക് താല്പര്യപ്പെട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ പൂനെയിലാണ് ആശ്രമവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടത് പ്രകാരം അല്ലെങ്കിൽ കേട്ടത് പ്രകാരമൊക്കെ എന്തോ നമുക്ക് പറ്റിയതല്ല എന്നൊരു തോന്നലാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം മാം ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ മാമിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓഷോ എന്നുള്ള പേര് വളരെ പരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലേ, രജനീഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പലപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട് അല്ലേ, ചിന്തിക്കുന്ന തലങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പം മാം ഓഷോ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. മാം എങ്ങനെയാണ് അതിനെ കാണുന്നത് വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പടർത്തിയിട്ടുണ്ട്. പലതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്കൊക്കെ അത് പോയി കണ്ടിട്ടുണ്ട്. അപ്പം മാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഓഷോയെക്കുറിച്ച് ഞാൻ പറയാറ് അദ്ദേഹം ഒരു അഭിനവ ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസൊക്കെ പഠിച്ചവർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ വായിച്ചവർക്കും ഓഷോ എന്താണെന്ന് മനസ്സിലാവും. 1931 അദ്ദേഹത്തിൻ്റെ ജനനം. 1991 അദ്ദേഹം ഇവിടെ വിട്ടു പോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവിടെ അടക്കിയ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ളത് ഓഷോ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല, ഇവിടെ സന്ദർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്തരം വ്യത്യസ്തമായ ചിന്താഗതിയുടെ ആളാണ് ഓഷോ. അതായത് ചെറുപ്പം മുതൽ അദ്ദേഹം ഒരു ആധ്യാത്മിക അന്വേഷകനായിരുന്നു. അദ്ദേഹം വായിച്ചിട്ടുള്ളതുപോലെ ബുക്കുകൾ വേറെ ലോകത്ത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിൽ ലക്ഷത്തിലധികം ബുക്കുകൾ ഉണ്ട്. അദ്ദേഹം വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പം അദ്ദേഹം ചിന്തകനും എഴുത്തുകാരനും വലിയൊരു പ്രഭാഷകനും ആത്മാന്വേഷകനും ഒക്കെ ആയിരുന്നു. ഇന്ത്യയിലെ ബുദ്ധൻ പതഞ്ജലി മഹർഷി, ചൈനയിലെ യുൽസു, തിബറ്റിലെ അതിഷ, അതുപോലെയുള്ള ചില ആൾക്കാരുടെ എല്ലാം അതുപോലെയുള്ള മഹത് ഗുരുക്കന്മാരായിരുന്ന അവരുടെ എല്ലാം ധ്യാന രീതികളെല്ലാം അദ്ദേഹം പഠിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ധ്യാന രീതികൾ രൂപപ്പെടുത്തുകയും അതിലൊരുപാട് ഗവേഷണങ്ങൾ നടത്തുകയും അത് ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ആനന്ദം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുക. അങ്ങനെ യോഗികൾക്കൊക്കെ ആനന്ദം ചേർത്ത് പേരിടുന്നത് പരമഹംസ യോഗാനന്ദൻ, വിവേകാനന്ദൻ എന്നൊക്കെ പേരിടുന്നത് ആ ഒരു ആനന്ദമയമായ തലത്തിലേക്ക് എത്തിയവരാണ്, എൻലൈറ്റഡ് ആയവരെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് അത് പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വരൂപമാണ് ആനന്ദം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രപഞ്ച ശക്തിയാണുള്ളത്. അത് നമ്മൾ കുണ്ടലിനി രൂപത്തിൽ, അതായത് നമ്മുടെ ഈ ഭൂഗുരുത്വ ആകർഷണം കൊണ്ട് നമ്മുടെ എനർജി ഏറ്റവും താഴെ ഏറ്റവും മൂലാധാരത്തിൽ കുണ്ടലിനി രൂപത്തിലിരിക്കുന്നു. അതിനെ മേലേക്ക് കൊണ്ടുവരാൻ, ആ ഒരു ഫോഴ്സിനെ ഭേദിച്ച് മേലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ കൊണ്ടുവരുന്ന ഒരുപാട് രീതികൾ, അതാണ് ഡൈനമിക് മെഡിറ്റേഷൻ, കുണ്ടലിനി മെഡിറ്റേഷൻ, നടരാജ് മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ, ചക്ര സൗണ്ട്, ചക്ര ബ്രീത്ത്, വേളിംഗ് മെഡിറ്റേഷൻ, തൂവൽ സ്പർശം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം മെഡിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം ഈ ഒരു നമ്മൾ ആ ഒരു ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക തരം മെഡിറ്റേഷൻസാണ്. അദ്ദേഹം അതിൽ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തി. ചക്ര മെഡിറ്റേഷനിൽ തന്നെ ബീജമന്ത്രങ്ങളുണ്ട്, ചക്രാസിന് കളറുണ്ട്. വിബ്ജിയോറാണ് നമ്മുടെ ഇവിടെ മുതൽ താഴെ വരെ. അപ്പം മൂലാധാര ചക്രം റെഡ് കളറിൽ ആൻറ്റി ക്ലോക്ക്വൈസ് ആയിട്ട് ഹൊറിസോണ്ടലായിട്ട് കറങ്ങുന്നു എന്നാണ്. നമ്മളങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ബീജമന്ത്രത്തെ ഉള്ളിൽ ജപിക്കുകയാണ് വേണ്ടത്, മാനസം ആയി. അപ്പോൾ അങ്ങനെയുള്ള ആ മെഡിറ്റേഷനെ അദ്ദേഹം മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയുടെ അതൊരു എനർജിയാണ്, എനർജി കേന്ദ്രങ്ങളാണ് നമ്മുടെ ചക്രാസ്. അപ്പോൾ പവർ സ്റ്റേഷൻ പോലെ, ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷൻ പോലെ ഒരു പവർ സ്റ്റേഷൻസാണ് ചക്രങ്ങൾ. അപ്പോൾ അവിടുത്തെ ആ എനർജിയുടെ ഫ്രീക്വൻസിക്ക് സമാനമായ മ്യൂസിക് അദ്ദേഹം ഉണ്ടാക്കിയിട്ട് ആ മ്യൂസിക് കൂടെ ഇട്ട് ബീജമന്ത്രങ്ങൾ പറയുന്ന രീതിയിലാണ് ചക്ര മെഡിറ്റേഷൻ തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക.
അതുപോലെ ചക്ര സൗണ്ട്, ഓരോ ചക്രങ്ങളുടെയും ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടുള്ള സൗണ്ട് വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെ കുറേ രീതികൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അതിനുള്ള നമുക്ക് CD ഒക്കെ കിട്ടും. അതൊക്കെ വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നിരീക്ഷണം, നമ്മുടെ ഉള്ളിലേക്ക് നിരീക്ഷിക്കുക. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് തുറന്നിരിക്കുന്നതിനെ നിർത്തിയിട്ട് ഉള്ളിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നു, അതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുക. അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നിരീക്ഷിക്കുക. അങ്ങനെയാണ് നമ്മൾക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ പറ്റുക. ആത്മാന്വേഷണം അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു നിരീക്ഷണത്തെക്കുറിച്ചൊരു എക്സാമ്പിൾ പറയാം. അദ്ദേഹത്തോടൊരു ഒരാൾ വന്നിട്ട് പറയും, ഗുരു, ഞാൻ ഒരു കണ്ടിന്യൂസ് ഇങ്ങനെ പുകവലിക്കുന്ന ചെയിൻ സ്മോക്കറാണ്, എനിക്കതൊന്ന് നിർത്തണം എന്നുണ്ട്, എനിക്ക് അതുകൊണ്ടുള്ള ദോഷങ്ങൾ എനിക്ക് ശരീരത്തിൽ എനിക്ക് അറിയണുണ്ട് എന്ന് പറയും. അപ്പോൾ ഓഷോ പറയും, നീ വലി നിർത്തണ്ട, സിഗരറ്റ് നീ വലിച്ചോളൂ. പക്ഷേ എടുക്കുമ്പോൾ, ആ പുക എടുക്കുമ്പോൾ ഉള്ളിലൂടെ എടുത്ത് അതിങ്ങനെ നെഞ്ചിലൂടെ വയറിലൂടെ ശരീരത്തിൻ്റെ ഭാഗത്ത് ഓരോ കോശങ്ങളിലേക്കും രക്തം വഴി പകരുന്നതായിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പടരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിൻ്റെ പുറകെ, ആ പുകയുടെ പുറകെ പോവുക. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് പുകവലിക്കാൻ പറയും. അത് മാത്രം ചെയ്താൽ മതി, പുകവലി നിർത്തിയേ വേണ്ടെന്ന് പറയും. പക്ഷേ ഇദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് വന്ന് പറയും, ഞാൻ പുകവലി നിർത്തി. കാരണം അങ്ങനെ പുകയോടൊപ്പം പോയി പുക എവിടെയൊക്കെ ചെല്ലുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ദോഷം മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ പുകവലി നിശേഷം നിർത്തി. അദ്ദേഹം അങ്ങനെയാണ്. ഒരാളോട് ഇന്നത് ചെയ്യണം എന്നല്ല പറയുക, അതിനൊരു കഥ പോലെ പറഞ്ഞു കൊടുക്കും. അത് ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അത് ഭയങ്കര ആകർഷകമാണ്. ഇപ്പോഴും നമ്മൾക്ക് എന്ത് പ്രശ്നമുള്ളവരും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ മതി, അതിന് ഒരു സൊല്യൂഷൻ അതിനകത്തുനിന്ന് കിട്ടും. അത് കഥരൂപത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് ഒരുപാട് ബുക്കുകളായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത്. മാം, ഈ ഓഷോ മെഡിറ്റേഷനിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ മാം അതിനെ കൂടി അറിയാനിടയായത് എങ്ങനെയാണ്? എൻ്റെ റേക്കി ഗുരു ഓഷോ മെഡിറ്റേഷൻ പഠിച്ച ആളായിരുന്നു. അദ്ദേഹം പൂനെയിലെ ആശ്രമത്തിൽ പോയി നിന്ന് ഓഷോ മെഡിറ്റേഷനൊക്കെ പഠിച്ച ആളാണ്. അതുകൊണ്ട് ദീക്ഷ തരുന്നതിന് മുമ്പ് എല്ലാ മെഡിറ്റേഷൻസും ഞങ്ങൾ കുറേ ദിവസങ്ങൾ ചെയ്ത് അത്രയും ബോഡി പ്യൂരിഫൈഡ് ആയതിന് ശേഷം ആണ് ഞങ്ങൾക്ക് ദീക്ഷ തരുന്നത്. അങ്ങനെ ആ ദീക്ഷ കിട്ടി റേക്കി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഇത്രയും പവർഫുള്ളായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റുഡൻസിന് ഞാനിപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഓഷോയുടെ മെഡിറ്റേഷൻ ഫുൾ ഡേ, പിന്നെ ക്രിയായോഗ മെഡിറ്റേഷനും ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 2 ദിവസമാണ് അത് വയ്ക്കുക. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഓഷോയുടെ മെഡിറ്റേഷൻ ക്യാമ്പുകളായിട്ട് ചെയ്യാറുണ്ട്. എപ്പോഴും 2 ദിവസത്തെ ഫുൾ ഡേ ക്ലാസ്സാണ്. അപ്പോൾ അത് ഭയങ്കര പവർഫുള്ളാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ കുണ്ടലിനി ശക്തി അവിടുന്ന് ഈ പറഞ്ഞില്ലേ, ഭൂഗുരുത്വാകർഷണം കൊണ്ട് ആ പവറിനെ നമ്മൾ കിളക്കാൻ എളുപ്പമല്ല. അപ്പോൾ അവിടുന്ന് ഉദ്ധാപനം ചെയ്ത് ശരീരത്തിൻ്റെ ഓരോ ന്യൂറോൺസ് വഴി, ഇത് എനർജിയാണല്ലോ, ഇത് പോകുന്നത് നമ്മുടെ ന്യൂറോൺസിലൂടെയാണ്. അങ്ങനെ എല്ലാ ന്യൂറോൺസിലൂടെയും ഈ എനർജി പ്രസരിച്ച് അതുപോലെ ബ്രെയിനിലേക്ക് വരെ എത്തി ബ്രെയിൻ സെൽസ് എല്ലാം പവർഫുള്ളാകുന്നു. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അറിവുകളും നമ്മുടെ ബ്രെയിനിലുണ്ട്. ഈ ലോകത്തുള്ള മുഴുവൻ കമ്പ്യൂട്ടർ ചേർത്താലും അതിനേക്കാൾ പവറുണ്ട് നമ്മുടെ ബ്രെയിനിന്. അപ്പോൾ ആ ഓരോ ബ്രെയിൻ സെൽസും അത് നമ്മളൊരു 1/3 ഭാഗം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ മുഴുവൻ സെൽസിനെയും പവർഫുള്ളാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ധ്യാനത്തിൻ്റെ തന്നെ ഉദ്ദേശം. അപ്പോൾ ഈ മെഡിറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിലൂടെ അത് വേഗം സാധ്യമാകുന്നു. ഡൈനാമിക് മെഡിറ്റേഷൻ ശരീരം ഇളകി ചെയ്യുന്നതാണ്. കുണ്ടലിനി മെഡിറ്റേഷനും ശരീരം ഇളകി ചെയ്യുന്നതാണ്. അതുപോലെ നടരാജ് മെഡിറ്റേഷൻ, വേളിംഗ് മെഡിറ്റേഷൻ, ലാഫിംഗ് മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് തരം മെഡിറ്റേഷൻ ശരീരം ഇളകി ചെയ്യുന്നതാണ്. അത് ഇളകി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യന് പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക് ഒന്നും മിണ്ടാതെ ഒന്നും ചിന്തിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവരെപ്പോഴും ശരീരം എപ്പോഴും ചലിപ്പിച്ചും നടന്നും പിന്നെ എപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉള്ള ഒരു മനുഷ്യനെ പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക് വരാൻ എളുപ്പം അല്ലാത്തതുകൊണ്ട്
അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത് ശരീരത്തെ ചലിപ്പിച്ച് ഏറ്റവും ആ ഒരു നിശ്ചലമായൊരു പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവ് എപ്പോഴും നിശ്ചലവും ആത്മാവിന് പുറത്തുള്ള ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും ശരീരവും അതെല്ലാം എപ്പോഴും ചലിക്കുകയുമാണ് ചെയ്യുന്നത്. ആത്മാവെന്ന് പറയുന്നത് വീക്ഷിക്കുക മാത്രമാണ് ചെയ്യുക. എല്ലാത്തിൻ്റെയും സാക്ഷി മാത്രമായിട്ട് ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസ് എന്നുള്ളതുപോലെ നിശ്ചലമായിട്ട് അവിടെയുണ്ട്. അപ്പോൾ ശരീരത്തെ മുഴുവനും ചലിപ്പിച്ച് ഏറ്റവും സെൻറ്ററിലുള്ള ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ചലിക്കാതെ എത്തുന്ന പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന രീതിയിലാണ് അദ്ദേഹം മെഡിറ്റേഷൻസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു 45 മിനിറ്റുള്ള ഡൈനമിക് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നിശ്ചലമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ആ മെഡിറ്റേഷനിലേക്ക് ധ്യാനത്തിലേക്ക് വരും. അത് കുണ്ടലിനി മെഡിറ്റേഷനും അങ്ങനെ തന്നെയാണ്, എല്ലാ മെഡിറ്റേഷൻസും അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു ഈ പ്രപഞ്ചം മുഴുവനും ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചലിക്കുന്ന നമ്മളെ നിശ്ചലമാക്കാൻ എളുപ്പവഴി അതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇപ്പോഴും ഓഷോ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നപ്പോൾ ധാരാളം ആൾക്കാരുണ്ടല്ലേ? ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ സന്യാസ ദീക്ഷ, ഞാൻ സന്യാസ ദീക്ഷ എടുത്തിട്ടുണ്ട്. സന്യാസ ദീക്ഷ കുടുംബസ്ഥരായവർക്കും എടുക്കാം, പക്ഷെ ആ കുടുംബം കൊണ്ടുപോകുന്നതിന് പ്രത്യേക രീതിയുണ്ട്. ആണല്ലേ? ഓ, അങ്ങനെയുണ്ട്. അതിന് സന്യാസ ദീക്ഷയുടെ പ്രത്യേകത എന്താണ്? സന്യാസ ദീക്ഷ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു സൂചിയിൽ നൂല് കോർക്കുന്നു, നമ്മൾ അത്ര ഏകാഗ്രത കൊടുത്താലല്ലേ ആ സൂചിയിലേക്ക് നൂല് കോർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ശ്രദ്ധ നമ്മൾ ഏത് കാര്യത്തിനും കൊടുക്കണം. അപ്പോൾ അത് വീട്ടിലെ ഓരോ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഏതൊക്കെ നമ്മൾ കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ ഫുൾ ശ്രദ്ധ അതിലേക്ക് കൊടുത്തുകൊണ്ട് ചെയ്യുക. അതും ഒരു നിരീക്ഷണം പോലെ അവിടെ ഏകാഗ്രത, ധ്യാനമാണല്ലോ അത്. പ്രത്യാഹാരം, ധാരണ, ആ ഒരവസ്ഥയാണ്. ഇന്ദ്രിയങ്ങളെ ആ ഒരു പോയിന്റിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ആ മനസ്സിനെ അതിൽ ധരിക്കുക, അതാണ് ധാരണ. അപ്പോൾ അതിലായിരിക്കണം നമ്മളെപ്പോഴും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിതം ഏറ്റവും സക്സസ് ആവും. കാരണം നമ്മൾ എന്തുകൊണ്ട് ഫോക്കസ്ഡ് ആവും, അതുകൊണ്ട് സക്സസ് ആവും. അതായത് നമ്മളിപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നു, പക്ഷെ മനസ്സ് വേറെ എവിടെയോ, അതുകൊണ്ട് ഈ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റുവരും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അയ്യോ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, ഈ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു പിന്നെ തോന്നിയിട്ട് കാര്യമില്ല, നമ്മുടെ കൈവിട്ട് പോയി. അപ്പോൾ നമ്മളത് ഏകാഗ്രതയോടെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പൂർണ്ണമായും ശരിയായിട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയാണ് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്. സന്യാസ ദീക്ഷ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അങ്ങനെയാണ്, അല്ലാണ്ട് കുടുംബം വിട്ടിട്ട് പോകണം എന്നുള്ള രീതിയിലല്ല. അപ്പോൾ കുടുംബസ്ഥനായിരിക്കുകയും കുടുംബം നന്നായി നോക്കുകയും നമ്മൾ തന്നെ സമൂഹത്തിന് നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം. നന്നായിട്ട് നോക്കണം. പിന്നെ സമൂഹം നമ്മുടെ പേര് കേൾക്കുമ്പോൾ തോന്നും ത്യജിച്ചിട്ട് പോകാനുള്ള. അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സന്യാസമല്ല ഓഷോയുടെ. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ്. അപ്പോൾ അത് ആ മെഡിറ്റേഷൻ വഴിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മെഡിറ്റേഷനിലേക്ക് കൂടുതൽ വരികയും. അപ്പം മെഡിറ്റേഷൻ തരുന്ന ആ ഒരു രീതിയൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ? ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ എല്ലാ മെഡിറ്റേഷൻസും അങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. നമ്മളുടെ ശരീരത്തിൽ നിന്നും വിട്ട് നമ്മൾ ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ലയിക്കുന്ന ഒരു അവസ്ഥ, അതിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുക. അങ്ങനെ കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും വേഗം കൊണ്ടുവരുന്നതിനുള്ള രീതികളാണ് ഈ മെഡിറ്റേഷൻസ് എല്ലാം. അങ്ങനെ നമ്മളെപ്പോഴും കോൺഷ്യസിലാണ് ഉണ്ടാവുക. നമ്മൾ അതിന് തുരീയ അവസ്ഥയെന്ന് പറയും. നമ്മൾ ഈ ശരീരത്തിൽ വിട്ട് സ്വപ്നങ്ങളില്ലാതെ ചിന്തകളില്ലാതെ നമ്മളെപ്പോഴും ഈ പ്രപഞ്ചശക്തിയുമായിട്ട് ലയിച്ചു നിൽക്കുന്ന ഒരു ആനന്ദാവസ്ഥ. അതാണ് ഇതിൻ്റെ അദ്ദേഹം നമ്മൾക്ക് തരുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അറിവ്. മാം, ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പ്രധാനമായിട്ട് വന്ന ചേഞ്ച് എന്താണ് മാമിൽ വന്ന ഒരു മാറ്റം? അതായത് നമുക്ക് അതിപ്പോൾ ഈ ഓഷോയുടെ മെഡിറ്റേഷനും റെക്കി പ്രാക്ടീസും ഒരുമിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ സാധാരണ നമ്മളെല്ലാം എങ്ങനെയാണ്, എപ്പോഴും ഭൂതകാലത്തിലായിരിക്കും ജീവിക്കുക. നമ്മൾ വരുന്ന കാലത്തിലേക്കായിരിക്കും നമ്മുടെ ആകാംക്ഷ. അപ്പോൾ പഴയതിനെ ഓർത്ത് ചിന്തിച്ച് വിഷമിച്ചും വരുന്നതിനെ ആകാംക്ഷയോടെയും സംശയത്തോടെയും വിഷമിച്ചും നോക്കിയിട്ടും ഒക്കെയാണ് സാധാരണക്കാർ ജീവിക്കുക. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞതിനെ മറക്കും, വരാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയുമില്ല. നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കും. അതാണ് ഈ ധ്യാനം കൊണ്ടും തന്ത്രസാധന കൊണ്ടും നമ്മൾ നേടുന്നത്. അപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ശ്രദ്ധ.
കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല, വരാനിരിക്കുന്ന കുറിച്ച് ഓർത്തിട്ടും കാര്യമില്ല. അത് നമ്മുടെ കയ്യിലല്ല. അതിന് ഒരു ഉദാഹരണം പറയാം. എല്ലാവരും വിഷമിക്കുന്നത് വരുന്നതിനെ കുറിച്ച് ഓർത്ത് വേവലാതിയോടെ പേടിച്ചിട്ടാണല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എന്നോടിങ്ങനെ പറഞ്ഞാൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ മുഖം കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഭാഗമല്ലേ കാണുന്നുള്ളൂ, നമ്മുടെ പിൻഭാഗം കണ്ടിട്ടില്ല, നമ്മുടെ സ്കിന്നിനുള്ളിൽ എന്താണുള്ളതെന്ന് കണ്ടിട്ടില്ല. പഠിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഇന്ന ഓർഗൻസൊക്കെ ഉണ്ട്, നെർവുണ്ട്, വെയിനുണ്ട്, ഇതെല്ലാം പഠിക്കുന്നുണ്ടെന്നല്ലാതെ നമ്മുടെ ബോഡിയിൽ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ, നമ്മുടെ മുഖം തന്നെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമുക്ക് എന്തറിയാം? അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അപ്പോൾ നമ്മളെക്കുറിച്ചും അറിയില്ല, വരുന്ന കാര്യത്തെക്കുറിച്ചും അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു നമ്മൾ ഇങ്ങനെ വേവലാതിപ്പെടണം? അപ്പോൾ അത് ആരുടെയോ കയ്യിലെ ഒരു ചരടിൻ്റെ അറ്റത്ത് നമ്മളിങ്ങനെ ഉണ്ട്. അത് ഞാൻ പ്രപഞ്ചശക്തിയാണ് ഈശ്വരൻ എന്ന് കരുതുന്നു. അപ്പോൾ അതങ്ങനെ സംഭവിച്ചോളും. അത് സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ. അതിന് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഇപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുക, അത് ഏറ്റവും ക്വാളിറ്റേറ്റീവായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, അത് വന്നോളും. അങ്ങനെ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അതാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് ചെയ്യുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്നതും അത് തന്നെയാണ്. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഓർത്തൊക്കെ കരയും. പക്ഷേ ഞാൻ ഇതിന് ശേഷം ഒരു 2003-2004 ശേഷം അങ്ങനെ കരയുന്ന സ്വഭാവമേ ഇല്ല. ഒന്നും ഓർത്ത് വിഷമിക്കാറില്ല, വരുന്നതിനെക്കുറിച്ച് ഓർക്കാറില്ല. എപ്പോഴും 100% സന്തോഷത്തിലാണ് എപ്പോഴും ഉള്ളത്. എത്ര ദിവസം വേണമെങ്കിലും ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ സാധിക്കും. കാരണം നമ്മളെപ്പോഴും യൂണിവേഴ്സുമായിട്ടുള്ള ലയം എപ്പോഴും ഉണ്ടാവും. ഒറ്റയ്ക്കാണെന്ന് ഫീൽ ചെയ്യേയില്ല. പ്രപഞ്ചശക്തിയുമായിട്ട് ലയിച്ചിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കെപ്പോഴും ആ ഹാപ്പിനെസ്സോടു കൂടി ഇരിക്കാൻ പറ്റും. നമുക്ക് സന്തോഷത്തിന് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും കിട്ടണം, എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, അത് കിട്ടുന്നു. അത് കഴിയുമ്പോൾ വേറൊന്ന് ആഗ്രഹിക്കുന്നു, അത് കിട്ടുന്നു. അങ്ങനെ ആശകളും മോഹങ്ങളും ഇതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അത് കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കും, കിട്ടുമ്പോൾ അപ്പം സന്തോഷിക്കും. പക്ഷെ വീണ്ടും ഇപ്പോൾ പ്രണയം ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു അല്ലേ, ഞാൻ പ്രണയം എന്നുള്ളതല്ല, പ്രേമം, വ്യക്തികൾ തമ്മിലുള്ള പ്രേമം. പ്രണയം അതിന് മേലുള്ളൊരു വികാരം ആണ്, എല്ലാത്തിനോടും പ്രണയം, അതല്ല പ്രേമം. അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടുള്ള അമിതമായിട്ടുള്ള ബന്ധം, നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ അത് മാറണം. അതെപ്പോഴും നമുക്ക് ദുഃഖമേ തരുള്ളൂ. നമ്മളൊരാളെ സ്നേഹിക്കുന്നു, തിരിച്ചതേപോലെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് ദുഃഖം. അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്നവർ തന്നില്ലെങ്കിൽ ദുഃഖം. നമ്മളോട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ, സംസാരിച്ചില്ലെങ്കിൽ ഒക്കെ നമുക്ക് ദുഃഖമാണ്. അപ്പോൾ നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എല്ലാം നമ്മുടെ ഉള്ളിലാണുള്ളത്. ആ ഉള്ളിലെ ആനന്ദത്തെ നമ്മൾ തിരിച്ചറിയുക എന്നാണ് ഈ ധ്യാനത്തിൻ്റെ എല്ലാം ലക്ഷ്യം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ അറിയുക. ഈശ്വരനും ഉള്ളിലാണ്. കാരണം നമ്മൾ ഏത് ക്ഷേത്രത്തിലോ പള്ളിയിലോ എവിടെയും പോട്ടെ, നമ്മൾക്ക് ഭക്തി കൂടി വരുമ്പോൾ നമ്മൾ കണ്ണടഞ്ഞു പോകും. കാരണം നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ. അപ്പോൾ പുറത്തന്വേഷിക്കേണ്ടതല്ല ഈശ്വരനെയും ആനന്ദത്തെയും സന്തോഷത്തെയും ഒന്നും. അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാനും അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ പറഞ്ഞു തരികയുമാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോൾ ഒരു വ്യക്തി ഒരു വീട്ടിൽ നന്നാകുമ്പോൾ ആ കുടുംബം നന്നാകും. പ്രത്യേകിച്ചും തന്ത്ര സാധനയായിട്ടുള്ള റേക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീട്ടിലൊരാൾ പ്രാക്ടീസ് ചെയ്താൽ മതി, ആ വീട് മുഴുവനും എല്ലാവരും ഹാപ്പിയാകും, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഒരു കുടുംബം നന്നാകുമ്പോൾ ഒരു സമൂഹം നന്നാവും. അപ്പോൾ ഇത്തരം ശാസ്ത്രങ്ങൾ എല്ലാവരും പഠിക്കണം എന്നുള്ളതാണ് ശരി. പക്ഷേ പലരും അതിലേക്ക് വരുന്നില്ല. വരണം. ഇതിനെ ലോകം മുഴുവനും ഈ ശാസ്ത്രങ്ങളെക്കുറിച്ച് അറിയണം, പ്രാക്ടീസ് ചെയ്യണം. ഓഷോ മെഡിറ്റേഷനെ പറ്റി കുറേ കാര്യങ്ങൾ മാം സംസാരിച്ചു. മാം, തെറ്റിദ്ധാരണ എന്ന് പറയുന്ന കാര്യം, അതായത് ആ ജീവിത രീതിയും അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ രീതിയല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങളിൽ കൂടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി മാമിന് എന്താണ് പറയുന്നത്? ഒരുപാട് വിദേശികൾ ഇതിലേക്ക് താല്പര്യപ്പെട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ പൂനെയിലാണ് ആശ്രമവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ വീഡിയോസ് കണ്ടത് പ്രകാരം അല്ലെങ്കിൽ കേട്ടത് പ്രകാരമൊക്കെ എന്തോ നമുക്ക് പറ്റിയതല്ല എന്നൊരു തോന്നലാണ് പലപ്പോഴും
തോന്നിയിട്ടുള്ളത്. അപ്പോൾ മാം ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ മാമിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓഷോ രൂപപ്പെടുത്തിയ ഒരു 100 മെഡിറ്റേഷൻ ഉണ്ടെന്ന് കരുതട്ടെ. ആ 100ാമത്തെ മെഡിറ്റേഷനാണ് സ്ത്രീ പുരുഷ ബന്ധം ശരിയാക്കാനുള്ള, അല്ലെങ്കിൽ സ്ത്രീ എപ്പോഴും അടിമയെപ്പോലെ ആയിരുന്നു. കുറേ കാലം മുമ്പൊക്കെ തീർത്തും അങ്ങനെയായിരുന്നു, ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ കൂടി പങ്കെടുത്തിട്ടുള്ളൊരു ലൈഫ്, അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് അതിനൊരു മെഡിറ്റേഷനുണ്ട്, അത് അദ്ദേഹം പഠിപ്പിക്കും. പക്ഷേ വിദേശികൾ കൂടുതലായി ആശ്രമത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവെ വിദേശികൾ കുറച്ച് നമ്മളെ പോലെയല്ല, ഭാരതീയരെ പോലെയല്ല, കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ അവർ അത് കുറച്ച് ദുരുപയോഗം ചെയ്തു. അപ്പോൾ പുറമേ ഉള്ള ആൾക്കാരെല്ലാവരും അത് മാത്രമാണ് കണ്ടത്. പൊതുവെ നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഈ സെക്സ് എന്നുള്ള വിഷയം, സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ നമ്മുടെ ഭാരതീയർ ഭയങ്കര യാഥാസ്ഥിതിക രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. ഏറ്റവും മനുഷ്യർക്ക് വേണ്ടതാണ് സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആ ഒരു വിഷയം, പക്ഷേ എന്തുകൊണ്ടോ വളരെ ഗോപ്യമാക്കി വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രഹസ്യമായി സൂക്ഷിക്കും, തെറ്റായി കാണും, എങ്കിലും ഏറ്റവും അത്യാവശ്യവുമാണ്. എങ്കിൽ പോലും ആളുകൾ ഇത് ഒതുക്കി വെക്കുന്നതുകൊണ്ടായിരിക്കും, സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാവും ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ 99 ഇത്ര പവർഫുള്ളായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ധ്യാനം കാണാതെയും ഈ ഒരൊറ്റ ധ്യാനം കാണുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഈ നാട്ടിൽ സംഭവിച്ചത്, നമ്മുടെ നാട്ടിലും അമേരിക്കയിലും. പക്ഷെ അത് വിദേശികളാണിത് കൈകാര്യം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ട് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് അവരത് മിസ്യൂസ് ചെയ്തു എന്നുള്ളതും ഒരു കാരണമാണ്. പക്ഷേ 3 വർഷം 80ക്ക് ശേഷം 3 വർഷമൊക്കെ അദ്ദേഹം മൗനവ്രതം എടുത്തിട്ടുണ്ട്, ഒന്നും മിണ്ടാതെ 3 വർഷം. അപ്പം അദ്ദേഹം ഉള്ളിൽ അത്രയും പവർഫുൾ ആവുകയാണ്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, പലതും അറിയുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അദ്ദേഹം നല്ലതായിട്ടേ അതിനെ ചിന്തിച്ചിട്ടുള്ളൂ, ആ ഒരു ധ്യാനത്തെക്കുറിച്ച്. പക്ഷേ അത് വിദേശീയരായിട്ടുള്ള ശിഷ്യർ അതിനെ മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ചീത്തപ്പേര് ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 91 മരണത്തിന് ശേഷം എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ആ ഒരു ഇതിലേക്ക് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനൊക്കെ പഠിക്കാനിടയായത്, അദ്ദേഹത്തിൻ്റെ ബുക്സ് വായിച്ചത്. അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാവുകയും ഒരുപാട് പേർ, നമ്മുടെ ഇപ്പോൾ അറിയപ്പെടുന്ന മോഹൻലാലൊക്കെ ഓഷോയുടെ വലിയ ആരാധകനാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും അറിയുന്നു, അദ്ദേഹത്തെ ഇപ്പോൾ ആരാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസും അദ്ദേഹത്തിൻ്റെ വചനങ്ങളും വളരെ ഹൃദയത്തോട് ചേർക്കുന്നു. മഹാനാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. ഈ മെഡിറ്റേഷൻ മാം പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഇപ്പോഴേ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്തുള്ളത് ഏപ്രിൽ മാസത്തിലാണ്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഓഷോയുടെ മെഡിറ്റേഷനുണ്ട്, ക്രിയായോഗ മെഡിറ്റേഷനുണ്ട്, ക്യാമ്പായിട്ടാണ്. അത് എത്ര നാളെന്നുണ്ടോ? ഇത് 2 ഡേയ്സേ വെക്കുള്ളൂ. കാരണം ഇപ്പോൾ ആൾക്കാരെല്ലാം ജോലിക്ക് പോകണം, എല്ലാവരും കുറച്ച് തിരക്കേറിയ ലൈഫാണ്. അതുകൊണ്ട് 2 ദിവസമൊക്കെ അവർക്ക് ഡെയിലി അവർ കണ്ടിന്യൂ ചെയ്യണം. എത്ര നേരം ചെയ്യണമെന്നുണ്ടോ? ഓരോ മെഡിറ്റേഷനും ടൈമുണ്ട്, പക്ഷെ വേണമെങ്കിൽ അത് ചുരുക്കിയിട്ട് ചെയ്യാം. അവർക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചുരുക്കിയിട്ട് ചെയ്യാം. ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുമ്പോൾ പകൽ സമയത്ത് ചെയ്യാം. ചിലത് നമ്മൾ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പം ഇത് ഓൺലൈനായിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഓൺലൈനായിട്ട് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ആൾക്കാർ വളരെ ദൂരത്തുനിന്ന് ഇപ്പോൾ വിദേശികളൊക്കെ ചോദിക്കുകയാണെങ്കിൽ, വിദേശികളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാർ വിദേശത്ത് ജീവിക്കുന്നവർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടും പഠിപ്പിക്കും. ഇത് ദീക്ഷയല്ലല്ലോ, റെക്കി ഓൺലൈനായിട്ട് ദീക്ഷ കൊടുക്കില്ല, പറ്റില്ല. അത് തന്ത്രദീക്ഷയാണ്, നേരിട്ട് തന്നെ കൊടുക്കണം. ഇത് പക്ഷേ നമുക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കാം, ദീക്ഷയല്ലല്ലോ. അതുകൊണ്ട് എല്ലാ ചികിത്സാ വിധികളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് മാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നപ്പം എന്താ പറയുക, പറഞ്ഞു പറ്റും തീരുന്നില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങളായി. ഇപ്പം എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് നിൽക്കുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നു, പഠിക്കാൻ കിടക്കുന്നു, അല്ലേ? എല്ലാ ഡോക്ടർമാരും ഈ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏതെങ്കിലും ഒരു ശാസ്ത്രം ഒറ്റയ്ക്ക് പൂർണ്ണമല്ല. ഒരു ശാസ്ത്രത്തിന് എല്ലാ രോഗത്തെയും മനുഷ്യൻ്റെ എല്ലാ പ്രശ്നത്തെയും മാറ്റാൻ യോഗ്യമല്ല. അതുകൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ഡോക്ടർമാരും പഠിക്കണം.
അത് വിദേശിയാണോ സ്വദേശിയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ സുജോക്ക് കൊറിയൻ ആണല്ലോ, പക്ഷേ ഇപ്പം ലോകം മുഴുവനും ഒറ്റ ഒരു പ്രസ്സിൽ നിൽക്കുകയല്ലേ അല്ലേ? ലോകത്തുള്ള എല്ലാ അറിവുകളും ഒന്ന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാ വിവരങ്ങളും കിട്ടും. അങ്ങനെ നമ്മൾ ലോകം മുഴുവൻ ഒന്നായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ശരിയായ ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾക്ക് എങ്ങനെയാണ് അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക, അവരുടെ വേദന മാറ്റാൻ പറ്റുക എന്നുള്ളതിന് എന്ത് പ്രയോഗിച്ചാലാണ് പറ്റുക അത് നമ്മൾ പ്രയോഗിക്കണം. അപ്പോൾ എല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ടുള്ളൊരു ചികിത്സാ പദ്ധതിയാണ് പൂർണ്ണമായ ആരോഗ്യം, അതായത് മനസ്സിനും ശരീരത്തിൻ്റെ ആരോഗ്യം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് അതിനൊക്കെ മാമിനെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്, മാമിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം കുറേ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം താന്ത്രിക് റേക്കി എന്ന് പറയുന്ന കാര്യമൊക്കെ നേരിട്ട് തന്നെയാണ് ദീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും മാമിനെ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പം ഡോക്ടർ സത്യം പറഞ്ഞാൽ ഗുരുവായൂരിൽ ഇവിടം വരെ യാത്ര ചെയ്ത് എത്തി, ആയുർവേദ ഡോക്ടർ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി നന്ദി പറയുന്നു, പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. അപ്പം എല്ലാം ഇനിയും നല്ല രീതിയിലേക്ക് പോകട്ടെ, എല്ലാവരിലേക്കും ആരോഗ്യം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാമിന് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഇല്ല, എല്ലാവരും ഇതിലേക്ക് എത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പം ഡോക്ടറിൻ്റെ വാക്കാണ്. അപ്പം എല്ലാവർക്കും മാമിനെ കിട്ടട്ടെ, ഹീലിംഗ് അതിലൂടെ നടക്കട്ടെ, മെഡിറ്റേഷൻ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. സന്തോഷത്തോടെ, സ്നേഹം, നന്ദി, നമസ്കാരം.